നമസ്കാരം. ഗ്രഹങ്ങൾ അവയുടെ രാശിമാറ്റം നടത്തുന്ന വേളയിൽ വളരെയേറെ ഭാഗ്യദായകമായ യോഗങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ആ യോഗങ്ങളുടെ ഫലമായി വ്യക്തികളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങളുടെ പ്രഭാവവും വന്നു ചേരും. ഇത് 2026 ഏപ്രിൽ മാസം അവസാനിക്കാറായി. ഇനി നമ്മൾ മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ മെയ് മാസം അവസാനത്തോടു കൂടി ശുക്രനും ബുധനും ഒരേ രാശിയായ മിഥുനത്തിലേക്ക് വന്ന് ഒത്തുചേരുന്നുണ്ട്. ഇതൊരു പ്രത്യേക യോഗത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. അറിയാമല്ലോ, ഒരേ രാശിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ വന്ന് സംയോഗം ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന യോഗം അത്രത്തോളം ഭാഗ്യമായിരിക്കും നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ ശുക്രൻ ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ഈ സംയോജനം ഒരു യോഗത്തെ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ മുൻപേ പറഞ്ഞു. ആ യോഗം എന്താണെന്നല്ലേ? ലക്ഷ്മി നാരായണ രാജയോഗം. ഇത് വളരെയേറെ ശുഭകരമായ ഒരു യോഗം തന്നെയാണ്. ഇത് എല്ലാ രാശിക്കാരെയും ബാധിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ഫലം കൂടുതലായി വരുന്നത് മിഥുനം, തുലാം, കന്നി എന്നീ രാശിക്കാർക്കായിരിക്കും. 3 രാശിയിൽ ജനിച്ചവർക്കായിരിക്കും ലക്ഷ്മി നാരായണ രാജയോഗം കൂടുതൽ ഗുണകര ഫലങ്ങളെ നൽകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തൊഴിൽപരമായി കർമ്മവുമായി ബന്ധപ്പെട്ട് പുരോഗതി പ്രതീക്ഷിക്കാം. അവസരങ്ങളൊക്കെ വന്നുചേരും. ബിസിനസ്സിൽ ഇതുവരെ ഇല്ലാത്തതായ ലാഭമുണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കൂടാതെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ മാറി സന്തോഷകരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരും. കൂടുതൽ യാത്രകളൊക്കെ ചെയ്യാനും സാധിക്കും. ദൃക്പഞ്ചാംഗം അനുസരിച്ച് മെയ് 14 ശുക്രൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. തുടർന്ന് മെയ് 29 ബുധനും മിഥുനം രാശിയിലേക്ക് എത്തിച്ചേരും. പ്രബലരായ 2 ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒന്നിക്കുന്നു. ഈ 2 ഗ്രഹങ്ങളും ഒരേ രാശിയിൽ ഒന്നിച്ചു വരുമ്പോഴാണ് ഈ മുമ്പേ പറഞ്ഞതുപോലെ ലക്ഷ്മി നാരായണ രാജയോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെ കൂടി നമുക്ക് മനസ്സിലാക്കാം. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയാണ് ആദ്യത്തേത്. മിഥുനം രാശിയിൽ തന്നെ രൂപം കൊള്ളുന്ന ഈ രാജയോഗം ഏറ്റവും ഫലപ്രദമായ ഫലങ്ങളെ തന്നെ നിങ്ങൾക്ക് നൽകും. ഈ സമയത്ത് പുതിയ തൊഴിലിൽ അവസരങ്ങളൊക്കെ വന്നു ചേരും. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറും. ബിസിനസ് ലാഭം കണ്ടെത്തും. മുടങ്ങിയ ഫണ്ടുകളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവർക്ക് ആകർഷണത്വമായി തോന്നും. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഗുണകരമായ ഫലങ്ങളെ ആയിരിക്കും ഈ ഗ്രഹമാറ്റങ്ങൾ നൽകുന്നത്. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടും വലിയ മാറ്റമുണ്ടാകും. സമൂഹത്തിൽ ബഹുമാനവും ആദരവും വന്നുചേരും. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ നിങ്ങളെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രേരണാ ശക്തിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് എന്ന വിനയെ പിടിച്ചു വെക്കരുത്. എല്ലാ കാര്യങ്ങളും ഒന്നിലധികം തവണ ചിന്തിച്ച് കൃത്യതയോടുകൂടി ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാകുന്നു. ഉത്രം, അത്തം, ചിത്തിര കന്നി രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ കർമ്മമേഖലയിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ടായാലും നല്ല സമയം തന്നെയാണ്. കർമ്മത്തിൽ ഉയർച്ച, കയറ്റം കാണുന്നുണ്ട്. അപ്പോൾ സ്ഥാന കയറ്റം ലഭിക്കും. നിങ്ങളുടെ പ്രതിച്ഛായ തന്നെ മാറും. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സമീപനത്തിൽ തന്നെ ആദരവ് തെളിയും. ഒരു വികസനം നിങ്ങൾക്കും നിങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ഉണ്ടാകും. ലാഭമൊക്കെ വന്നു ചേരും. തൊഴിലില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് അത് കണ്ടെത്താനൊരു അവസരമാണ് വന്നു ചേരുന്നത്. ഉത്തമ തൊഴിൽ ലഭിക്കും. സമൂഹത്തിൽ ബഹുമാനം, ആദരവ് എന്നിവ നിങ്ങൾക്ക് വന്നു ചേരും. എന്നിരുന്നാലും ചില മാനസിക സമ്മർദ്ദങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ ചില പ്രശ്നങ്ങൾ, അതേപോലെ അലർജി സംബന്ധമായ ചില പ്രശ്നങ്ങളും വന്നു ചേരാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അലർജി പ്രശ്നങ്ങൾ ഉള്ളവര് അത് കൂടുതൽ ഒന്ന് കെയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് മെയ് മാസത്തിൽ
ശ്രമിക്കേണ്ടതാണ്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശി. ഈ സംയോജനം മൂലം തുലാം രാശിക്കാർക്കും വലിയ ഭാഗ്യമാണ് മെയ് മാസം 14, 29 തീയതികളിൽ വരുന്നത്. വിദേശ തൊഴിലുമായി ബന്ധപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകുമല്ലോ. ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഒരുപാട് ശ്രമിക്കുന്നു, ശ്രമം എല്ലാം ഫലമാകുന്നില്ല, വിഫലമായി പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനി ഫലമാകുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം, പുതിയ ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ജോലിയില്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ പോലും ഉത്തമ ജോലി ലബ്ധി കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഫലമായിട്ട് വന്നു ചേരും. സാമ്പത്തികമായ ഒരു ശക്തി വർധനവ് ഉണ്ടാകും. നിക്ഷേപങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല സമയമാണ്. യാത്രകളൊക്കെ കൊണ്ട് ഗുണമുണ്ടാകും. ആഡംബരത്തിനായി പണം ചിലവഴിക്കാനൊക്കെ തോന്നും. എന്നാൽ ഓവറായിട്ടുള്ള ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ചെലവുകളെ നിയന്ത്രിക്കാൻ ഒന്ന് പഠിക്കേണ്ടതാണ് ഈ സമയത്ത്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിലായാലും അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലായാലും സുഹൃത്ത് ബന്ധത്തിലായാലും പ്രണയബന്ധത്തിലായാലും ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നു ചേരാൻ ഒരു സാധ്യത ഈ സമയത്ത് ഉണ്ടാകും. അതിനെ വലിയ ഭയത്തോടെ കാണേണ്ടതോ ഭീതിയോടുകൂടി നോക്കിക്കാണേണ്ടതിനോ ആവശ്യകതയില്ല. എങ്കിൽ പോലും ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഇവിടെ ലക്ഷ്മി നാരായണ രാജയോഗ ഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മഹാവിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു ഭഗവാനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ലക്ഷ്മി എവിടെയുണ്ടോ അവിടെ ഭഗവാൻ വിഷ്ണു ഉണ്ടായിരിക്കും എന്നതാണ്. അതുകൊണ്ട് ലക്ഷ്മി സമേതനായിട്ടുള്ള ഭഗവാൻ വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു മുട്ടും ഉണ്ടാവുകയില്ല, അല്ലലുണ്ടാവുകയില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല, പ്രയാസങ്ങളൊന്നും തന്നെ ബാധിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം. ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും പാർവതി മാതാവിനെയും വന്ദിക്കണം. ഇപ്പോൾ ഇവര് ഭാര്യ ഭർത്തൃ സമേതനായി ഇരിക്കുന്ന ആ ചൈതന്യത്തെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇരട്ടി ഫലം വന്നു ചേരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലക്ഷ്മി നാരായണ രാജയോഗ ഫലങ്ങൾ മെയ് മാസത്തിൽ വന്നു ചേരുന്ന 9 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത്. ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക.